രാജ്യത്ത് SIR-ന്റെ പേരിൽ ഉയർന്നു വന്ന വിവാദങ്ങൾ ചൂട് പിടിച്ചു കൊഴുക്കുകയാണ്. സംസ്ഥാനങ്ങളിൽ ഒട്ടാകെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും പ്രതിഷേധങ്ങൾ കൊടുമ്പിരി കൊള്ളുകയാണ്. SIR ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്ത് പൗരന്മാരുടെ പൗരത്വം പോലും വെല്ലുവിളിയായി മാറ്റിയിരിക്കുകയാണ് BJP-യെ വാഴ്ത്തിപ്പാടുന്ന പൗരന്മാർക്ക് മാത്രം സംരക്ഷണം നൽകുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറുകയാണോ? എതിർശബ്ദങ്ങളെ ആകെ അടിച്ചമർത്തുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് സർക്കാർ തുനിഞ്ഞിറങ്ങുന്ന ഈ സാഹചര്യത്തിൽ രാജ്യത്ത് പ്രതിഷേധങ്ങളുടെ സ്വരം കടുക്കുകയാണ്. നോബൽ സമ്മാനം നൽകി ലോകം ആദരിച്ച ധനശാസ്ത്ര വിദഗ്ധനും ഭാരതരത്ന ജേതാവുമായ ലോക പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അമർത്യ സെന്നിനെ പൗരത്വം തെളിയിക്കാൻ നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 92 വയസ്സുള്ള അമർത്യ സെന്നിനെ വാദം കേൾക്കാൻ വിളിപ്പിച്ചതിനെയാണ് പ്രതിപക്ഷം ഇപ്പോൾ ചോദ്യം ചെയ്തതും കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നതും. അമ്മയുമായുള്ള പ്രായവ്യത്യാസം സംബന്ധിച്ചുള്ള അമർത്യ സെന്നിന് SIR ഹിയറിംഗ് ഹാജരാകാൻ EC നോട്ടീസ് അയച്ചിരിക്കുകയാണ്. 2002 വോട്ടർ പട്ടിക പ്രകാരം അമർത്യ സെന്നിന്റെ അമ്മയ്ക്ക് 88 വയസ്സായിരുന്നു. നിലവിൽ അമർത്യ സെന്നിന് 92 വയസ്സാണ്. അദ്ദേഹവും അമ്മയും തമ്മിലുള്ള പ്രായത്തിന്റെ വ്യത്യാസത്തെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസിൽ എങ്ങനെയാണ് പരാമർശിച്ചത് എന്നുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ്. വിവരങ്ങൾ പ്രകാരം അമർത്യ സെന്നും അമ്മ അമിത സെന്നും തമ്മിലുള്ള പ്രായ വ്യത്യാസം ഏകദേശം 20 വയസ്സാണ്. അതേസമയം കീഴ്ക്കോടതി ഉത്തരവ് വരുന്നതുവരെ വിശ്വഭാരതി സർവകലാശാലയുടെ ഒഴിപ്പിക്കൽ നോട്ടീസ് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. കേസ് മെയ് 10 കീഴ്ക്കോടതിയിൽ വാദം കേൾക്കുമെന്നാണ് വിവരം. സർക്കാരിന്റെ ഈ നടപടിക്കെതിരെ കലാകാരന്മാരും സാംസ്കാരിക പ്രവർത്തകരും ചലച്ചിത്ര പ്രവർത്തകരും രാഷ്ട്രീയക്കാരും അടക്കമുള്ള വലിയ വിഭാഗം ആളുകൾ എതിർപ്പുമായി രംഗത്ത് വന്നു കഴിഞ്ഞു. പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ഗൗതം ഘോഷ്, ചിത്രകാരൻ ശുഭപ്രശ്ന, ജോഗൻ ചൌധരി, ഗായകനും മുൻ MP-യുമായ കബീർ സുമൻ എന്നിവരും മറ്റ് പ്രമുഖ അക്കാദമിക് വിദഗ്ധരും ശാന്തിനികേതനിലെ അമർത്യ സെന്നിന്റെ വീടായ പ്രതിച്ഛയ്ക്ക് മുൻപിൽ ധർണ നടത്തി. അമർത്യ സെന്നിന്റെ ശാന്തിനികേതനിലെ വസതി ഉൾപ്പെടുന്ന ഭൂമി മെയ് 6-നകം ഒഴിയണമെന്ന് ആവശ്യപ്പെട്ട് സർവകലാശാല നേരത്തെ ഒഴിപ്പിക്കൽ നോട്ടീസ് അയച്ചിരുന്നു. ഈ ഭൂമി സെൻ അനധികൃതമായി കൈവശപ്പെടുത്തിയതാണെന്നും ഉത്തരവ് പാലിക്കാത്ത പക്ഷം അദ്ദേഹത്തെ കുടിയൊഴിപ്പിക്കുമെന്നാണ് സർവകലാശാല മുന്നറിയിപ്പ്. ഇതിന് വ്യക്തമായ കാരണമുണ്ട്. ലോകമെമ്പാടുമുള്ള സർവകലാശാലകളിൽ അടക്കം പൗരത്വത്തെക്കുറിച്ചും ജനാധിപത്യ ബോധത്തെക്കുറിച്ചും മാനവികതയെക്കുറിച്ചും ക്ലാസ് എടുക്കുന്ന ലോകം ആദരിക്കുന്ന മഹത് വ്യക്തിയോട് പൗരത്വം തെളിയിക്കാൻ ആവശ്യപ്പെടുന്നത് മോദി സർക്കാരിന്റെയും RSSന്റെയും രാഷ്ട്രീയ പകപോക്കൽ എന്നാണ് രാജ്യം ഇപ്പോൾ പറയുന്നത്. അമർത്യ സെന്നിനെ പോലെയുള്ള ആരാധ്യനായ വ്യക്തിത്വത്തെ അപമാനിക്കാൻ ശ്രമിച്ച കേന്ദ്ര സർക്കാരിന്റെ ധാർഷ്ട്യം അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുറന്നടിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങളിലെ പാളിച്ചകളും മോദി ഭരണത്തെയും ഒക്കെ നിശിതമായി വിമർശിക്കുന്ന ആളാണ് അമർത്യ സെൻ. നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിൽ ഇറങ്ങിയ 2013 മുതൽ തന്നെ നിശിതമായ വിമർശനങ്ങൾ ഉയർത്തി പ്രതികരിച്ചിരുന്നു അമർത്യ സെൻ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അമർത്യ സെന്നിനെ വേട്ടയാടിയിരിക്കുന്നതും. രാജ്യത്ത് പ്രതിഷേധം അണപൊട്ടിയതോടെ ഇപ്പോൾ എനിക്ക് ഈ രക്തത്തിൽ പങ്കില്ല എന്ന പീലാത്തോസിന്റെ ന്യായീകരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വിവാദം കനത്തപ്പോൾ BLO വരുത്തിയ സാങ്കേതിക പിഴവ് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പറയുന്നത്. എന്നാൽ ഇതല്ല, ഇത് ഭരണകൂടത്തിന്റെ ഗൂഢലക്ഷ്യം നടപ്പിലാക്കാൻ ആസൂത്രിതമായി നടത്തിയ പകപോക്കലാണ് വെളിവാകുന്നത് എന്നതാണ് പ്രതിപക്ഷ പാർട്ടികൾ എടുത്തു പറയുന്നത്. രാജ്യത്ത് പല സംസ്ഥാനങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വ്യാപകമായ ഒഴിവാക്കലാണ് നടന്നിട്ടുള്ളത്. ഇതിനെതിരെ സംസ്ഥാനങ്ങൾ ശബ്ദം ഉയർത്തുന്നു എങ്കിലും പശ്ചിമ ബംഗാളിൽ നിന്നുമാണ് മോദിയെ നേരിട്ട് വെല്ലുവിളിച്ച് മമതയുടെ ശബ്ദം മോദിക്ക് താക്കീത് നൽകിയത്. മമതാ ബാനർജി മോദിക്കെതിരെ ഉയർത്തുന്ന വെല്ലുവിളികൾക്ക് ഇന്ന് മോദിക്ക് മറുപടിയില്ല എന്ന് മാത്രമല്ല, മമത ഒരുക്കുന്ന പ്രതിരോധങ്ങളിൽ BJP ആകെ പുകയുകയാണ്. SIR വഴി തൃണമൂൽ കോൺഗ്രസിന്റെ വെട്ടിമാറ്റപ്പെട്ട വോട്ടുകൾ വഴി കൊടുങ്കാറ്റ് രൂപപ്പെടുകയാണ്. അത് തീക്കാറ്റായി രാജ്യത്ത് വ്യാപിക്കുമെന്ന് മോദി ഇപ്പോൾ ഭയപ്പെടുന്നു. തമിഴ്നാട്, രാജസ്ഥാൻ, ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും സ്ഥിതിഗതി വ്യത്യസ്തമല്ല. ഇവിടങ്ങളിലും അമിത്ഷായ്ക്കും മോദിക്കുമെതിരെ ജനരോഷം പുകയുകയാണ്. പശ്ചിമ ബംഗാളിലും ആസാമിലും തമിഴ്നാട്ടിലും കേരളത്തിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ അടിയന്തരമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന SIR നടപടികളിൽ ദുരൂഹതകൾ നിറഞ്ഞാടുമ്പോൾ രാഷ്ട്രീയ പകപോക്കലിന്റെ വിവിധ BJP തന്ത്രങ്ങൾ നടക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. പശ്ചിമബംഗാളിൽ BJPയുടെ ക്രൗര്യം നഖശിഖാന്തം എതിർക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ന് പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ IT വിഭാഗം മേധാവിയും രാഷ്ട്രീയ ഉപദേശക ഏജൻസിയുമായ IPACന്റെ തലവനുമായ പ്രതീക് ജെയിനിന്റെ വീട്ടിലും ഓഫീസിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മിന്നൽ റെയ്ഡ് നടത്തിയത്. സാൾട്ട് ലേക്കിലെ IPAC ഓഫീസിലും കൊൽക്കത്തയിലെ പ്രതീക് ജെയിനിന്റെ വസതിയിലുമായിരുന്നു പരിശോധന. 2021 കൽക്കരി കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടാണ് ഈ നടപടിയെന്നാണ് പ്രാഥമിക സൂചനകൾ.
പരിശോധന നടക്കുന്നതിനിടെ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രദീപ് ജെയിനിന്റെ വസതിയിൽ നേരിട്ടെത്തുകയായിരുന്നു. ഏജൻസികളെ ഉപയോഗിച്ച് BJP രാഷ്ട്രീയ പകപോക്കൽ നടത്തുകയാണെന്ന് മമത വിമർശിച്ചു. BJP ഓഫീസുകളിൽ തങ്ങൾ ഇത്തരത്തിൽ റെയ്ഡ് നടത്തിയാൽ എന്തായിരിക്കും അവസ്ഥ എന്നായിരുന്നു ബംഗാൾ മുഖ്യമന്ത്രിയുടെ ചോദ്യം. റെയ്ഡ് നടക്കുന്നതിനിടെ ഒരു പച്ച ഫയലുമായി സ്ഥലത്തെത്തിയ മമത പാർട്ടി രേഖകൾ സംരക്ഷിക്കാനാണ് താൻ എത്തിയതെന്ന് മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്നും അവർ ആരോപിച്ചു. ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും ആഭ്യന്തരമന്ത്രിയുടെയും ജോലി രാഷ്ട്രീയ പാർട്ടികളുടെ IT വിഭാഗങ്ങളുടെ ഓഫീസിൽ റെയ്ഡ് നടത്തുകയാണോ എന്നും കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പാർട്ടി രേഖകൾ പിടിച്ചെടുക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ED നീക്കം പാർട്ടിയെ തകർക്കാനാണെന്നും മമത ആരോപിച്ചു. കഴിഞ്ഞ ദിവസം മമതയെ വെല്ലുവിളിക്കാൻ അമിത്ഷാ നടത്തിയ റാലിക്കിടെ അറിയാതെ കോൺഗ്രസിനെ പ്രശംസിച്ചത് വലിയ ചർച്ചയായിരുന്നു. രാജ്യത്തും സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഭരണം മികച്ചതായിരുന്നു എന്നതാണ് അമിത്ഷാ പറഞ്ഞു പോയത്. സത്യത്തിൽ അമിത്ഷാ പറഞ്ഞ യാഥാർത്ഥ്യം BJPക്ക് മാത്രമല്ല രാജ്യത്തെ പാർട്ടികൾക്കൊക്കെ അറിയുന്ന കാര്യമാണ്. ഈ പരമാർത്ഥം മറയ്ക്കാൻ വലിയ രീതിയിലുള്ള ഒരു നീക്കമാണ് BJP നടത്തുന്നത്. വർഗീയത കൊണ്ടും വോട്ട് കൊള്ള കൊണ്ടും രാജ്യത്ത് ജനാധിപത്യം തകർത്ത് അധികാരത്തിലിരിക്കാൻ വീണ്ടും വീണ്ടും ശ്രമിക്കുമ്പോൾ ഒരിക്കലും കോൺഗ്രസ് രാജ്യത്തെ കെട്ടിപ്പടുത്തതും കോൺഗ്രസിന്റെ ജനാധിപത്യ ചരിത്രവും മഹാത്മാഗാന്ധിയുടെയും നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും പുകൾപ്പെട്ട ചരിത്ര വീതികളുടെ വിജയ കുതിപ്പും ഒന്നും പറയാൻ നാവ് പൊന്തില്ല ഒരു BJPക്കാരനും. കാരണം അധ്വാനിക്കാതെ വിയർപ്പൊഴുക്കാതെ എന്തിനേറെ കളം പിടിക്കാൻ വർഗീയത മാത്രം ഇരയാക്കി ഇട്ടുകൊടുത്ത് ഭരണം പിടിച്ചവർക്ക് എന്ത് ധാർമ്മികത, എന്ത് എത്തിക്സ്, എന്ത് ജനാധിപത്യം? രാഷ്ട്രപിതാവിനെ വെടിയുതിർത്ത് കൊന്ന കാബാലികനെ ഭരണസിരാ കേന്ദ്രത്തിൽ ഫോട്ടോ വെച്ച് മാലയിട്ട് പൂജിക്കുന്ന പാർട്ടിക്ക് എന്ത് ജനക്ഷേമം, എന്ത് ഭാരതരത്ന ജേതാവ്, എന്ത് നോബൽ ജേതാവ്? BJP രാജ്യത്ത് നടത്തിയ നഗ്നമായ കാട്ടുകൊള്ളയെ മറക്കാൻ ഏത് ഗിമ്മിക്കുകൾ കൊണ്ടുവന്നാലും ഇന്ത്യ രാജ്യത്ത് അത് വിലപ്പോകില്ല എന്നും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ സുരക്ഷിതത്വമാണ് എന്നും ജനത്തിന് നന്നായി അറിയാം. BJPയുടെ ഈ പ്രചുണ്ടലമായ കടന്നുകയറ്റത്തെ നഖശിഖാന്തം എതിർത്ത് രാഹുൽ ഗാന്ധി രാജ്യത്ത് BJPക്കെതിരെ ഉയർത്തുന്ന പ്രതിരോധം രാജ്യത്താകമാനം വീശിയടിക്കുകയാണ്. ഇത് നിലനിൽക്കെ നിൽക്കത്തള്ളിയില്ലാതെ മോദിയും BJPയും ആകെ പരവശരായിരിക്കുകയാണ്. മോദിക്ക് വേണ്ടി വിടുവേല ചെയ്യുന്ന ജ്ഞാനേഷ് കുമാർ ഇപ്പോൾ ജനകീയ വിചാരണയും കോടതി നടപടികളിലും പെട്ട് ഉഴലുന്ന അവസ്ഥയിലായി കഴിഞ്ഞു. കോടതിയുടെ ഈ പിടിമുറുക്കൽ കർക്കശമാക്കുകയും നിയമ പോരാട്ടത്തിൽ പെടുകയും ചെയ്താൽ രാജ്യം ഈ കരാളഹസ്തരുടെ പിടിയിൽ നിന്നും രക്ഷ നേടും. നഷ്ടപ്പെട്ട ജനാധിപത്യ പ്രതാപം തിരിച്ചു വരും. നമുക്ക് കാത്തിരിക്കാം ആ നല്ല നാളേക്കായി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.